നമസ്കാരം. ഇന്ത്യൻ ഭരണകൂടത്തിന് കനത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് തലസ്ഥാന നഗരിയിൽ ആരംഭിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ തുടർച്ചയായിട്ട് ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളും ചോദ്യപേപ്പർ ചോർച്ചയും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ തന്നെ ഭാവി അനിശ്ചിതത്വത്തിലാക്കി. ഭരണ സംവിധാനങ്ങളുടെയൊക്കെ വീഴ്ചകൾക്കെതിരെ രാജ്യവ്യാപകമായി അണപൊട്ടിയൊഴുകിയ പ്രതിഷേധ കൊടുങ്കാറ്റിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് വലിയ പ്രതിരോധത്തിലാകേണ്ടി വരികയും ഒപ്പം നയപരമായിട്ടുള്ള തിരുത്തലുകൾക്ക് നിർബന്ധരാകുകയും ചെയ്തു. തെരുവുകളിൽ അലയടിച്ച ഈ രോഷം അത് കേവലം ഒരു സമരത്തിൽ ഒതുങ്ങാതെ തെരഞ്ഞെടുപ്പ് ജനവിധികളിലേക്ക് പോലും നേരിട്ട് സ്വാധീനം ചെലുത്തുന്ന തലത്തിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ ഈ ജനവികാരം പ്രതിഫലിക്കുമെന്ന തിരിച്ചറിവ് ഭരണപക്ഷ കേന്ദ്രങ്ങളിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദവും ആശങ്കയും സൃഷ്ടിച്ചിട്ടുണ്ട്. ബീഹാറിൻ്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള പട്നയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബാങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഭരണപ്രതിപക്ഷ മുന്നണികൾക്ക് ഒരുപോലെ നിലനിൽപ്പിൻ്റെ പ്രശ്നമായി ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ദീർഘകാലമായി BJPയുടെ ഉറച്ച കോട്ടയായി അറിയപ്പെട്ടിരുന്ന ഈ മണ്ഡലം മുതിർന്ന നേതാവ് നിതിൻ നവീൻ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് ഒഴിവ് വന്നത്. ജൂലൈ 30 നടക്കുന്ന വോട്ടെടുപ്പും ഓഗസ്റ്റ് 3 വോട്ടെണ്ണലും കേവലം ഒരു മണ്ഡലത്തിലെ ജയപരാജയങ്ങൾക്കപ്പുറം ഭരണകൂടത്തിൻ്റെ ജനപ്രിയത അത് കൃത്യമായി അളക്കുന്ന കൃത്യമായ അളവുകോലായിട്ട് ഇപ്പോൾ മാറിപ്പോയിരിക്കുകയാണ്. പട്നയുടെ സാമൂഹിക രാഷ്ട്രീയ നിർമ്മിതിയിൽ നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലത്തിൽ തിരിച്ചടി ഉണ്ടായാൽ അത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഭരണമുന്നണിക്ക് കനത്ത ആഘാതമായിരിക്കും ഉണ്ടാക്കുക. അതിനാൽ തന്നെ മണ്ഡലം നിലനിർത്താനായിട്ട് വൻ രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇപ്പോൾ ഭരണപക്ഷം അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കിപ്പൂർ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അവിടെയുള്ള ജനസംഖ്യ ശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത തന്നെയാണ്. അതായത് ഏകദേശം 3 ലക്ഷത്തോളം വരുന്ന ആകെ വോട്ടർമാരിൽ 1/3 അതായത് 1,15,000 അല്ലെങ്കിൽ 25,000 ഇടയിൽ വരുന്നത് 18-നും 29-നും ഇടയിൽ പ്രായമുള്ള ജനറേഷൻ Z അതായത് ജെൻ Z യുവജനങ്ങളാണ്. പട്ന യൂണിവേഴ്സിറ്റി, NIT പട്ന, BN കോളേജ്, സയൻസ് കോളേജ്, AN കോളേജ്, ചാണക്യ നാഷണൽ ലോ യൂണിവേഴ്സിറ്റി തുടങ്ങി രാജ്യത്തെ പ്രമുഖ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്കുള്ള പരിശീലന കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ മണ്ഡലത്തിലാണ്. ദേശീയ തലത്തിൽ ഉയർന്ന മത്സര പരീക്ഷ തട്ടിപ്പുകളിലും അഴിമതികളിലുമൊക്കെ തന്നെ കടുത്ത അമർഷമുള്ളവരാണ് ഈ മണ്ഡലത്തിലെ ഭൂരിഭാഗം വരുന്ന യുവജനങ്ങളും വിദ്യാർത്ഥികളുമൊക്കെ തന്നെ. തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പാടുപെടുന്ന ഈ യുവതലമുറ ഭരണകൂടത്തിൻ്റെ വീഴ്ചകൾക്കെതിരെ വോട്ടവകാശം ഒരു ആയുധമാക്കാൻ തീരുമാനിച്ചാൽ അത് ബാങ്കിപ്പൂരിലെ രാഷ്ട്രീയ ചരിത്രം തിരുത്തി കുറിക്കാൻ പോകുന്ന ശക്തിയായി മാറുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുമ്പോൾ സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചരണ തന്ത്രങ്ങളിൽ വരെ ഇപ്പോൾ ഭരണപക്ഷ ക്യാമ്പിൽ പ്രകടമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ ദൃശ്യമാണ്. ആദ്യം പരിഗണിച്ച സ്ഥാനാർത്ഥി വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ പിന്മാറിയതോടെ BJPക്ക് തങ്ങളുടെ യുവജന സംഘടനയായിട്ടുള്ള യുവമോർച്ചയുടെ നേതാവ് നീരജ് കുമാർ സിംഗിനെ മത്സരരംഗത്തേക്ക് ഇറക്കേണ്ടി വന്നു. പുതിയ മുഖ്യമന്ത്രി സാമ്രാജ് ചൗധരിയുടെ നേതൃത്വത്തിൽ നേരിടുന്ന ആദ്യത്തെ സുപ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പരീക്ഷണം കൂടിയാണ് ഇത് എന്നതിനാൽ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് മേൽ വലിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. അഴിമതി ആരോപണങ്ങളും തൊഴിലില്ലായ്മയും ഒക്കെ തന്നെ പ്രചരണ വിഷയമായി ഇവിടെ കത്തുമ്പോൾ പ്രകോപിതരായിട്ടുള്ള യുവ വോട്ടർമാരെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ആ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഭരണപക്ഷത്തിന് കൃത്യമായ മറുപടിയില്ലാത്ത അവസ്ഥയാണ്. പാരമ്പര്യമായി തന്നെ തങ്ങളെ പിന്തുണച്ചിരുന്ന നഗര വോട്ടർമാർ കൈവിടുമോ എന്നുള്ള ഭയം ഭരണപക്ഷ ക്യാമ്പുകളിൽ സജീവ ചർച്ചയായി കഴിഞ്ഞു. ഇത്തവണത്തെ ബാങ്കിപ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രവചനാതീതമാകുന്നത് അവിടെ നിലനിൽക്കുന്ന ശക്തമായ ബഹുജന മത്സരമാണ്. തൊഴിലില്ലായ്മയും അതോടൊപ്പം വിദ്യാഭ്യാസ പരീക്ഷകളിലെ അഴിമതിയും പ്രധാന വിഷയങ്ങളാക്കി ഉയർത്തിക്കാട്ടുന്ന പ്രശാന്ത് കിഷോറിൻ്റെ ജൻ സുരാജ് പാർട്ടി യുവജന പിന്തുണയോടെ അവിടെ രംഗത്തുണ്ട്. ഇതിനു പുറമെ RJD സ്ഥാനാർത്ഥിയായിട്ട് രേഖാകുമാരിയും RLJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് തൻവീർ ആലവും മത്സരരംഗത്ത് സജീവമാണ്. പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോകുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കൂട്ടലിലാണ് ഭരണപക്ഷം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്നാൽ പാർട്ടികൾക്കപ്പുറം യുവജനങ്ങൾ ഒരു പ്രത്യേക രാഷ്ട്രീയ നിലപാടിലേക്ക് ഒരുമിച്ച് നീങ്ങിയാൽ ഈ കണക്കുകൂട്ടലുകളെല്ലാം തന്നെ തെറ്റുമെന്നാണ് പ്രാദേശിക രാഷ്ട്രീയ നിരീക്ഷകർ പോലും കരുതുന്നത്. വോട്ടർമാരുടെ നിശബ്ദ പ്രതികരണം ഏത് ദിശയിലേക്കാണെന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് ഒരുപോലെ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നുണ്ട്. ഏതായാലും ഓഗസ്റ്റ് 3 പുറത്തു വരാനിരിക്കുന്ന ബാങ്കിപ്പൂർ ജനവിധി കേവലം ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം മാത്രമായിരിക്കില്ല, മറിച്ച് രാജ്യത്തെ യുവജനങ്ങളുടെ കൃത്യമായ രാഷ്ട്രീയ നിലപാടിൻ്റെ സാക്ഷ്യപത്രമായിരിക്കും. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആവശ്യങ്ങളെയും ആശങ്കകളെയും അവഗണിക്കുന്ന ഏതൊരു ഭരണകൂടത്തിനും തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ നൽകുന്ന ശക്തമായ സന്ദേശമായിരിക്കും ഈ ഒരു ഫലമെന്ന് വ്യക്തമാണ്. ബാങ്കിപ്പൂരിലെ സാഹചര്യം അത് വീണ്ടും ഒരു പരാജയ കോട്ടയാകുമോ എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ വിദ്യാർത്ഥി സമൂഹമാണ്. യുവജന രോഷത്തെ അതിജീവിച്ച് മണ്ഡലം നിലനിർത്താനായിട്ട് ഭരണപക്ഷത്തിന് സാധിക്കുമോ, അതോ രാജ്യത്തുടനീളം വീശിയടിക്കുന്ന ഈ മാറ്റത്തിൻ്റെ തരംഗം ബാങ്കിപ്പൂരിൽ പുതിയ ചരിത്രം എഴുതുമോ എന്നുള്ള ചോദ്യത്തിന് വോട്ടെണ്ണൽ ദിനത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നതാണ്.